വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പതിവിൽ നിന്നും വിപരീതമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ ഒരു വീഡിയോ നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ മുന്നിൽ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, വാട്ട് നെക്സ്റ്റ്. ഇപ്പം നമ്മൾ ബികോം കഴിഞ്ഞിരുന്നതാവട്ടെ, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതാവട്ടെ, 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ആവട്ടെ, ഇവരൊക്കെ മുമ്പിൽ ചലഞ്ച്, ഏറ്റവും വലിയൊരു ചലഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബികോം കഴിഞ്ഞിട്ടുള്ള മക്കൾക്ക് നമ്മൾ ചെറിയ ഹെൽപ്ഫുൾ ടിപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടിപ്സാണ് ഇവിടെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്ക് തിരിയാൻ കഴിയുന്ന ഒരു 6-7 മേഖലകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന മേഖല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രൊഫഷണൽ കോഴ്സസ്. അപ്പോൾ എന്തൊക്കെല്ലാം പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഒരു ബികോം ഗ്രാജുവേറ്റിന് കിടക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് CA. എല്ലാവർക്കും അറിയുന്നതാണ് CA എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ, ദറ്റ് മീൻസ് ഈ കോർപ്പറേറ്റ് ഫൈനാൻസിലും അതുപോലെ ടാക്സേഷൻസിലും അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഇവിടെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 to 5 ഇയേഴ്സിലോട്ടാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എലിജിബിലിറ്റി നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് ഇതിന് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ആൾസോ അതുപോലെ തന്നെ ബികോം ഗ്രാജുവേറ്റ്സിനും ഇവിടെ CAക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു CA ആയി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും അതുപോലെ ടാക്സേഷൻസിലും അതുപോലെ തന്നെ ഫൈനാൻസ് എന്നുള്ള ഈ ഒരു മേഖലയിലായിരിക്കും. അപ്പോൾ വിച്ച് ഈസ് എ പ്രീഷ്യസ് ആൻഡ് ഹൈലി റിവാർഡിങ് കരിയർ ഇൻ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ ആൻഡ് ഫൈനാൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കോഴ്സാണ് കമ്പനി സെക്രട്ടറി, ദാറ്റ് മീൻസ് CS. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 to 3 ഇയേഴ്സാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ബികോം ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ആൾസോ ഈ ഒരു CS തിരഞ്ഞെടുക്കുന്ന മക്കളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിയറി നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ CS ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ നമുക്ക് ഒരുപാട് ലോസും റെഗുലേഷൻസ് ഒക്കെ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു തിയറി ഒരുപാട് മെമ്മറീസിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദിസ് കോഴ്സ് ഇസ് ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് CMA. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 to 3 ഇയേഴ്സാണ്. നമ്മുടെ ബികോം ഹോൾഡേഴ്സിന് ഇതിനെ ഓൾസോ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് CMA യു ക്യാൻ ബിക്കം എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, ഫോക്കസിങ് ഓൺ കോസ്റ്റ് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ അനാലിസിസ് ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ ഈ ഒരു സബ്ജക്റ്റിലോട്ട്, ദാറ്റ് മീൻസ് CMAയിലോട്ട് പോകുന്ന മക്കൾ എന്ന് പറയുന്നത് അവർ കോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കൺട്രോളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, CFA ആണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 to 3 ഇയേഴ്സാണ്. എലിജിബിലിറ്റി അറിയാലോ, ബികോം ഹോൾഡേഴ്സാണ്. അതിൻ്റെ ചില സമയത്ത് ഇതിനെന്ത് ആവശ്യം ഉണ്ടാവലുണ്ട്, ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആവശ്യം ഉണ്ടാവലുണ്ട്. ദാറ്റ് മീൻസ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഫൈനാൻസ് മേ ബി റിക്വയർഡ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്, പോർട്ട്ഫോളിയോ മാനേജർ ഓർ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും ഇൻട്രസ്റ്റഡ് ഇൻ ഫൈനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. സോ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ദറ്റ് മീൻസ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ ചില സ്റ്റുഡൻസിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. ഓക്കെ, ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 ഇയേഴ്സാണ്. ഏതെങ്കിലും സ്റ്റുഡൻസിന് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ACCA എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ACCA യു ക്യാൻ ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. CAയും ACCAയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ആണ് എന്നുള്ളതാണ്. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് കോഴ്സസിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. എല്ലാത്തിനെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് കേട്ടോ. ദെൻ സെക്കൻഡ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് കോഴ്സാണ്. അപ്പോൾ ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് MCOM ആണ്, മാസ്റ്റർ അല്ലേ, ഇറ്റ് മീൻസ് PG.
മാസ്റ്റർ ഓഫ് കൊമേഴ്സ്. ഇതിൻ്റെ ഡ്യൂറേഷൻ 2 വർഷമാണ് വരുന്നത്. എലിജിബിലിറ്റി BCom ഗ്രാജുവേറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ MCom കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ MCom കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആൻ MCom യു ക്യാൻ pursue ടീച്ചിങ് ഇൻ കോളേജസ് ഓർ യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് റോൾസ് ഓർ സ്പെഷ്യലൈസ്ഡ് പൊസിഷൻ ഇൻ അക്കൗണ്ടിങ് ഓർ ഫൈനാൻസ്. അഡ്വാൻസ്ഡ് നോളജ് ഇൻ കൊമേഴ്സ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. ഒരു BCom ഗ്രാജുവേറ്റ്സിന് MBA പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ്, ഓപ്പറേഷൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഓക്കെ, മാത്രമല്ല ഒരു MBA ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാനേജറിയൽ റോൾ, ഒരു മാനേജറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ബിസിനസ്സിൻ്റെ ലീഡർഷിപ്പിലോട്ട് നടക്കാം, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻ ഇൻ ടോപ്പ് കോർപ്പറേഷൻസ് അല്ലേ, അതായത് ഒരു കമ്പനീൻ്റെ ടോപ്പ് കോർപ്പറേഷനിൽ ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏതൊരു കുട്ടിയാണോ മാനേജ്മെൻറ്റിലും ലീഡർഷിപ്പിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ആ സ്റ്റുഡൻസിന് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ മാസ്റ്റർ ഓഫ് ലോ, ദറ്റ് മീൻസ് LLB. നമ്മുടെ കൊമേഴ്സിൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും കൊമേഴ്ഷ്യൽ ലോസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് LLB. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. BCom ഗ്രാജുവേറ്റ് ക്യാൻ പെർസ്യൂ ദിസ് ഡിഗ്രി. BCom ഗ്രാജുവേറ്റ്സിന് ഇത് തുടരാവുന്നതാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു LLB മാസ്റ്റർ ഓഫ് ലോ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം എ കോർപ്പറേറ്റ് ലോയർ, ലീഗൽ കൺസൾട്ടൻറ്റ് ഓർ പെർസ്യൂ അതർ ലീഗൽ കരിയർ പാത്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്താവാം, ഒരു കോർപ്പറേറ്റ് ലോയർ ആവാം, ലീഗൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് MA ഇൻ എക്കണോമിക്സ്. ദറ്റ് മീൻസ് MA എക്കണോമിക്സിലോട്ട് പോകാവുന്നതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഓൾസോ 2 years ആണ്. ദെൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പ്രൈവറ്റ് സെക്ടേഴ്സ്. നെക്സ്റ്റ് ഒരു മേഖലയാണ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കോഴ്സസ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻ്റ് ആയിട്ടോ, സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടോ, ഓഡിറ്ററായിട്ടോ, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ടോ, അക്കൗണ്ടൻസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഒരു പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷന്. അതിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചില സ്ഥാപനങ്ങൾ 3 months കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, 6 months കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ പല ഡ്യൂറേഷനിലായിട്ട് കോഴ്സസ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടൻ്റ് ആയിട്ടോ, സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടോ, ഓഡിറ്ററായിട്ടോ, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ടോ, അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടോ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സ്കിൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ടാലി, GST, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എക്സെട്ര. ദാറ്റ് മീൻസ് നമ്മൾ ഒരു അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് കോഴ്സ് എടുത്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് എലിജിബിളാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് അല്ലെങ്കിൽ റിസ്ക് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ്, പ്രൊഫിഷ്യൻസി ഇൻ എക്സൽ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് ബിസിനസ് അനാലിസിസിലൊക്കെ ഒരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അവിടെയൊക്കെ നമുക്കൊരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലയിലൊക്കെ നമുക്ക് സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കോഴ്സസ് മേ ബി ഡിഫറെൻറ്റ് ഡ്യൂറേഷനിലായിട്ട് ഡിഫറെൻറ്റ് സ്ഥാപനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് റോൾസിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിവിടെ വരുന്ന റോൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആവാം, സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആവാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മാർക്കറ്റിംഗ് മാനേജറൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കിൽസാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മാർക്കറ്റിംഗ് നോളജ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, സോഷ്യൽ മീഡിയ ആൻഡ് കസ്റ്റമർ റിലേഷൻസ്. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്നതാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് അനലിസ്റ്റിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുക, ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഈ റോൾസൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സ്കില്ലെന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജി നമുക്കറിയണം. അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു പ്രൊഫഷൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസിലൊക്കെ ഒരു പ്രൊഫഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോബിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ജോബ്സ് ഇൻ പ്രൈവറ്റ് സെക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഡിഫറെൻറ്റ് ജോബ്സ് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പല പല സ്ഥാപനങ്ങൾ, പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും പ്രൊമോഷൻസൊക്കെ കണ്ടിട്ട് നിങ്ങളതിൽ പോയി ജോയിൻ ചെയ്യുന്നതിന് പകരം അവിടെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻസ്
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അവിടെ പോയി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതിന് മറ്റൊരു കാറ്റഗറി ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്കുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ എക്സാംസ്. ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് എക്സാംസ്, അതുപോലെ കുറച്ച് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു ഐഡിയ തരാം. അപ്പോൾ ഇതിന് വരുന്ന എക്സാംസ് ആണ്. അപ്പോൾ ഈ എക്സാംസിൻ്റെ നെയിംസ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാങ്കിങ് എക്സാംസ് ആണ് ഫസ്റ്റ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബാങ്കിങ് എക്സാംസിൽ തന്നെ ഡിഫറെൻറ്റ് ബാങ്കിങ് എക്സാംസ് വരുന്നുണ്ട്. IBPS PO വരുന്നുണ്ട്, SBI PO വരുന്നുണ്ട്, RBI ഗ്രേഡ് B ഓഫീസർ വരുന്നുണ്ട്, ബാങ്ക് ക്ലർക്ക് എക്സാംസ് വരുന്നുണ്ട്. ഇങ്ങനെ പല എക്സാംസ് ഉണ്ട്. ആ എക്സാംസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് എന്തൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ബാങ്കിങ് എക്സാംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. IBPS PO, SBI PO, അതുപോലെ തന്നെ RBI ഗ്രേഡ് B ഓഫീസർ, ബാങ്ക് ക്ലർക്ക് ഓസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാം എഴുതിയാൽ നമുക്ക് ബാങ്ക് PO ആയിട്ടോ ക്ലർക്കായിട്ടോ ഓഫീസറായിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നതാണ് UPSC സിവിൽ സർവീസസ്. ഓക്കെ, അപ്പോൾ ഒരു BCom എടുത്തിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സിവിൽ സർവീസ് എഴുതിക്കൂടായൊന്നുമില്ല. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു IAS ആയിട്ടോ IPS ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഗവേണൻസിലും അഡ്മിനിസ്ട്രേഷൻസിലോ പബ്ലിക് പോളിസിയിലോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ SSC CGL സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഓക്കെ, ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ എക്സാം എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെൻറ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എക്സാംസ് ആണിത്. ഇതിനെ നമുക്ക് മേ ബി ഇൻകം ടാക്സ് ഓഫീസറായിട്ടോ കസ്റ്റംസ് ഓഫീസറായിട്ടോ ഓഡിറ്റ് ഓഫീസറായിട്ടോ നമുക്കിവിടെ വർക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതൊരു ഗവൺമെൻറ് എക്സാംസ്. മറ്റു കുറച്ച് എക്സാം കൂടി പറയാം. LIC AAO ആൻഡ് സ്റ്റേറ്റ് PSC, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഓക്കെ, ഇത്തരത്തിൽ കുറച്ച് എക്സാംസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മേഖലയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് റോൾസിൽ നമുക്ക് തിളങ്ങാൻ പറ്റുന്ന എക്സാംസാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് എക്സാംസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മേഖലയൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ PG ചെയ്യുന്നില്ല, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എക്സാംസ് എഴുതാനൊന്നും പ്ലാനില്ല, ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ നമ്മൾ ജോബൊന്നും നോക്കുന്നില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡേൺ കരിയേഴ്സിലോട്ട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ റോൾസായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോളായിട്ട് അവിടെ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, SEO സ്പെഷ്യലിസ്റ്റ്, കണ്ടൻറ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ടൂൾസ് വേണം, കണ്ടൻറ് സ്ട്രാറ്റജി വേണം, ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്ക്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താവാൻ വേണ്ടിയിട്ട് സാധിക്കും, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡാറ്റ സയൻസ് ആൻഡ് അനാലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അറിയേണ്ടത് നമുക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയുക എന്നുള്ളതാണ്. മീൻസ് ലൈക്ക് പൈത്തൺ അത്തരത്തിലുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കറിയും എന്നുണ്ടെങ്കിൽ ഈ Excel, മെഷീൻ ലേണിംഗ്, ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ ഈ ഒരു കരിയർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇ-കൊമേഴ്സ് മാനേജറായിട്ട്, കണ്ടൻറ് ക്രിയേറ്ററായിട്ട്, വെബ് ഡെവലപ്പറായിട്ട്, ഫ്രീലാൻസ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ട്രേഡിങ്, നമുക്ക് എമൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് കൺസൾട്ടേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് ബ്രോക്കറായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് അനലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ നമുക്കിത് നേരെ പോയിട്ട് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമുക്ക് കുറച്ച് നോളജ് ആവശ്യമാണ്. മീൻസ് സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് നമുക്ക് വേണം. ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നമുക്ക് നടത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി
ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഇതൊന്നല്ല, സ്വന്തമായിട്ട് എനിക്ക് ആരുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ല, ആരുടെ കീഴിൽ നിന്നും സാലറി വാങ്ങാനായി ഇൻട്രസ്റ്റഡ് അല്ല, ബട്ട് മറ്റുള്ളവർക്ക് സാലറി കൊടുക്കാനാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ മൈൻഡ് സെറ്റുള്ള മക്കളുണ്ടാകും. അപ്പോൾ അവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഫൗണ്ടറായിട്ടോ ഫൗണ്ടറായിട്ടോ സ്റ്റാർട്ടപ്പ് അഡ്വൈസറായിട്ടോ നിങ്ങൾക്ക് തിളങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനെ കുറിച്ചിട്ട് റിസർച്ച് നടത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.